നമസ്കാരം. ചൈതന്യത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ ആഴ്ചത്തെ രാശിസ്ഥിതി വാരഫലം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ആഴ്ച കുറച്ച് വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ പല അമ്പലത്തിലും നടക്കുകയാണ്. നാളെ തിങ്കളാഴ്ച ഗുരുവായൂർ ആറാട്ടാണ്. അതുപോലെ 12-ാം തീയതി കൊല്ലൂർ രഥോത്സവമാണ്. അതുപോലെ 13-ാം തീയതി പുതിയകാവിൽ പൊങ്കാല മഹോത്സവം. ഇങ്ങനെ ഈ വാരം എന്തുകൊണ്ടും വളരെ പ്രസിദ്ധമായ ദിനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം മേടൻ രാശി ഇങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തികക്കാല് ഉൾപ്പെടുന്ന മേടൻ രാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ചുറ്റുപാടിൽ, യുദ്ധാന്തരീക്ഷ ചുറ്റുപാടിൽ ഭീഷണി, ത്രെഡ് അങ്ങനെയൊക്കെ നാട്ടിലുള്ളവർക്ക് തോന്നുമെങ്കിലും പൊതുവേ ഈ രാശിക്കാർക്ക് ചെയ്യുന്ന ജോലിയിലോ ബിസിനസ്സിലോ വലിയ നഷ്ടമോ കോട്ടമോ ഉണ്ടാകാൻ യാതൊരു സാഹചര്യവും ഇല്ല. ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ബാധിക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യാകുലതയും വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല കാരണങ്ങൾ കൊണ്ടും പല സ്ഥലത്തും കുടുങ്ങി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച കഴിയുമ്പോൾ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവരവരുടേതായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. അതിനുള്ള വഴി തുറക്കും. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി. ഇടവരാശിക്കാരിൽ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകൾ നമുക്ക് അനുകൂലമായിട്ട് വരേണ്ടത്, ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ കാണുന്നുണ്ട്. അത് ഈ ആഴ്ച തടസ്സങ്ങൾ മാറി കുറച്ച് നമുക്ക് ഗുണപ്രദമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്ന സാഹചര്യത്തിന് അനുകൂലമായിട്ട് നമ്മൾ നിൽക്കാനും സഹിക്കാനും ശീലിച്ചേ പറ്റൂ. അവിടെ ഉണ്ടാകുന്ന സാഹചര്യം അത് നമ്മളെയും ബാധിക്കുമെന്നുള്ളതാണ്. ജോലിസ്ഥലത്ത് അത് പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ടൈമിൽ സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ ഓരോരോ രീതിയിലുള്ള പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും കലുഷിതമായി വരുന്നു. അതിന് മാനസികമായി നമ്മൾ തയ്യാറാകുക എന്നുള്ളത് തന്നെയാണ്. ഡെപ്യൂട്ടേഷൻ, ഡ്യൂട്ടി വ്യവസ്ഥ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സ്ഥലം മാറ്റം, സാമ്പത്തികമായിട്ടുള്ള പ്രമോഷൻ, ഇതൊക്കെ സമയോചിതമായിട്ട് അനുകൂലമായിട്ട് നടക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ വന്നുകൂടായികയില്ല. പക്ഷെ അത് പരിഹരിച്ചു പോകാൻ പറ്റും. ഇവിടെ നമ്മൾ മാനസികമായിട്ട് അതിനെ നേരിടാൻ തയ്യാറാകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുരുകസ്വാമിക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം. അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭഗവാന് അഭിഷേകം, പാല്, ഇളനീര്, കരിക്ക്, പനിനീര് തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ പേരിൽ അഭിഷേകം ചെയ്താൽ ഈശ്വരാധീനം കുറച്ചുകൂടെ നമുക്ക് ഗുണകരമായിട്ട് ലഭിക്കുമെന്നുള്ളത് സത്യമാണ്. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ മുക്കാൽ, മിഥുനരാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ഭാഗത്തുനിന്ന് മുമ്പുണ്ടായിട്ടുള്ള ശത്രുദോഷം മുഖാന്തരമുള്ള പ്രശ്നങ്ങൾ അധികരിച്ചു വരുന്ന സമയമാണ്. അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും വഴിപ്പെടാത്തതിൻ്റെ വൈരാഗ്യം, വാശി. അപ്പം അത് ബന്ധു വഴിയുള്ള ശത്രുദോഷമായിരുന്നാലും, എതിർപ്പായിരുന്നാലും, വൈരാഗ്യമായിരുന്നാലും, വാശിയായിരുന്നാലും, പുറമേക്കുള്ള ശത്രുദോഷമായിരുന്നാലും, അന്യ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന എതിർപ്പായിരുന്നാലും, ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാര ദോഷങ്ങൾ നമുക്കെതിരെ നടന്നിട്ടുണ്ടെങ്കിലും പ്രതിഫലിക്കുന്ന ഒരു ടൈമാണ്
ഈ കാലഘട്ടം. അത് ചെയ്യുന്ന ജോലിയെ ബാധിക്കും, ആരോഗ്യത്തെ ബാധിക്കും. പ്രത്യേകിച്ച് ദഹനം, ഭക്ഷണ ക്രമീകരണത്തിൽ, കഴിക്കുന്ന രീതിയിൽ, വ്യായാമത്തിൻ്റെ രീതിയിലൊക്കെ ശ്രദ്ധിക്കേണ്ട സമയം എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. അത് ശ്രദ്ധിക്കണം. വീട് മാറണോ വേണ്ടയോ എന്ന് വരെ ചിലപ്പോൾ തോന്നിപ്പോകും. മാറേണ്ട കാര്യമില്ല. ഈ നെഗറ്റീവ് നമ്മളെയോ നമ്മുടെ വീട്ടിലുള്ളവരെയോ ബാധിക്കുന്നത് ഒഴിവാക്കാനുള്ള കാര്യം ചെയ്യുന്നത് ഉചിതമാണ്. അഷ്ടദ്രവ്യ ഗണപതി ഹോമം അടുത്തുള്ള അമ്പലത്തിൽ ചെയ്യുന്നത് വിശേഷമാണ്. വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വരന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഉചിതമായിട്ടുള്ള ഈ സമയത്ത് നമുക്ക് ഈശ്വരാധീനത്തിന് ചെയ്യാൻ പറ്റും. പുണർതത്തിൽ കാൽ, പൂയം, ആയില്യം, കർക്കടക രാശി. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക ചെലവുകൾ, അധിക ചെലവുകളെന്ന് പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന, നമുക്ക് കിട്ടുന്ന ബഡ്ജറ്റ്, മറ്റ് കാര്യങ്ങളും എല്ലാം തട്ടിക്കഴിച്ച് നോക്കുന്ന രീതിയിൽ കയ്യിൽ സാമ്പത്തിക പ്രശ്നം വരേണ്ടതെല്ലാം തടസ്സപ്പെടുന്ന രീതിയിലും അതോടൊപ്പം അധിക ചെലവ്. ഇതിനെ തരണം ചെയ്യേണ്ട ഒരു മാനസിക സിറ്റുവേഷൻ നമ്മൾ നേരിടേണ്ട സാഹചര്യം വരും. അപ്പോൾ അതിനുള്ള പോംവഴി നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോയി പറ്റൂ. ഇവിടെ എക്സ്ട്രാ പാർട്ട് ടൈമായിട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യുകയോ ബിസിനസ് ചെയ്യുകയോ എന്തെങ്കിലും കൂടി നമ്മൾ ചിന്തിക്കേണ്ട, നടപ്പിലാക്കേണ്ട സമയമാണ് ഇനി അങ്ങോട്ട്. ഇവിടെ പല ഭാഗത്തുനിന്നും നമുക്ക് ഹെൽപ്പ്, സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്തും അത് അവസാനം നമ്മളെ നിരാശപ്പെടുത്തുന്ന മറുപടി ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. പ്രത്യേകിച്ച് ബാങ്ക് വായ്പ, ചിട്ടി, മറ്റുള്ള കുറി കാര്യങ്ങൾ. അപ്പം അതിലൊരു പ്ലാൻ ബി നമുക്ക് വേണം. അത് കിട്ടിയില്ലെങ്കിൽ എന്താ വേണ്ടതെന്നുള്ളത്, ഇല്ലെങ്കിൽ പെട്ടുപോകും. ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം കല്യാണ തടസ്സങ്ങൾ കാണുന്നവർക്ക് അത് മാറി നല്ല പ്രപ്പോസൽ വരാനും ധാരണയിലെത്തി വിവാഹത്തെക്കുറിച്ച് ഉറപ്പിക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരാൻ അനുകൂലം കാണുന്നുണ്ട്. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി. ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ട് മധ്യസ്ഥത വഹിക്കേണ്ട കാര്യങ്ങൾ വേണ്ടി വന്നേക്കാം. കുടുംബ പ്രശ്നമായിരുന്നാലും, ബിസിനസ്സിലെ കാര്യത്തിലായിരുന്നാലും, പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ കാര്യത്തിലായിരുന്നാലും, കോൺട്രാക്റ്റ്, ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യത്തിലേക്ക് ഒരു നയപരമായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഒത്തിരി നഷ്ടമുണ്ടാകും. അതിന് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ തർക്കങ്ങൾ പുറമേക്ക് പരിഹരിച്ച് ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നൊരുക്കവും സഹനശക്തിയും ക്ഷമാശീലവും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് സത്യമാണ്. കാര്യങ്ങളൊരു നേർദിശയിലേക്ക് വരാൻ, ന്യായമായിട്ടുള്ള രീതിയിൽ വരാൻ അനുകൂലം കാണുന്നുണ്ട്. ഉത്രത്തി മുക്കാല്, അത്തം, ചിത്തിരത്തര, കന്നിരാശി. ഗുണകരമായിട്ടുള്ള രാശിസ്ഥിതി ഫലങ്ങളാണ് കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം, പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിന് അഡ്മിഷന് വേണ്ടിയിട്ട് കോച്ചിങ്ങിന് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, എൻട്രൻസ്, നീറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അനുകൂല സ്ഥിതി ഉണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട്. ഇവിടെ നമ്മളെ വ്യാകുലപ്പെടുത്തുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങൾ ഭാഗത്തുനിന്ന്, സുഹൃത്തുക്കളുടെ, വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നമ്മളെ പുറകോട്ട് പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചിന്താകുഴപ്പം അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണത്തിൽ വരുമ്പോൾ നമ്മൾ അതിൽ പെട്ടുപോകാൻ പാടില്ല. ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകണം.
പൂർണ്ണമായിട്ടും നമുക്കതിൽ ദൈവാധീനത്താൽ വിജയിച്ച് സെലക്റ്റായി മുന്നോട്ട് പോകാനും, പ്രത്യേകിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന MD അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ CA ആ തരത്തിലേക്കുള്ള പഠനം അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിഷൻ, ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് കന്നി രാശിസ്ഥിതി ഇന്നത്തെ ഇതിൽ നമുക്ക് ഗുണകരമായിട്ട് വരുമെന്നുള്ള മനസ്സ് ചിന്താകുഴപ്പം കൺഫ്യൂഷൻ മാറ്റിവെക്കണം. അവിടെ ദൈവാധീനത്തിന് വേണ്ടി രക്തപുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെയ്യുന്നത് ഉചിതമാണ്. ചിത്തിരത്തര, ചോതി, വിശാഖത്തിൽ മുക്കാൽ, തുലാം രാശി. തുലാം രാശിക്കാരിൽ ദൈവാധീനം വളരെ ശ്രേഷ്ഠമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചില ബന്ധങ്ങൾ റീസെറ്റ് ചെയ്യേണ്ട സാഹചര്യം വരും എന്നുള്ളതാണ്. അത് പ്രേമബന്ധമായിരുന്നാലും ഫ്രണ്ട്ഷിപ്പായിരുന്നാലും ബ്രേക്കപ്പ് ആയതായിരുന്നാലും ബ്രേക്കപ്പ് ആകാനുള്ള സാധ്യത ഉള്ളതായിരുന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഫോൺ വിളിച്ചാൽ എടുക്കാത്ത, മെസ്സേജിന് മറുപടി ഇല്ലാത്ത സ്ഥിതിവിശേഷം മാനസികമായിട്ട് നമ്മളങ്ങ് പെട്ടുപോകും, തകർന്നു പോകും. ഇത് ചെയ്യുന്ന പഠനത്തെ, ജോലിയെ ഒക്കെ ബാധിക്കും. ആരോഗ്യത്തെ, ഉറക്കത്തെ, ഭക്ഷണത്തെ ഒക്കെ ബാധിക്കും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നമുക്ക് ഈ നെഗറ്റീവ് വരാനുള്ള കാരണങ്ങൾ മറ്റു പലതായിരിക്കാം. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും നുണയും പാരവയ്പ്പും ഒക്കെ ആയിരിക്കാം. പക്ഷെ പെട്ടുപോകുന്നത് നമ്മളാണ്. ഇവിടെ ഒരു കരുതൽ, ജാഗ്രത നമ്മളുണ്ടായാൽ അത് നമ്മളെ ദൈനംദിന കാര്യങ്ങളെ കൂടുതൽ നെഗറ്റീവ് വരാതെ കൊണ്ടുപോകാൻ പറ്റും. മഹാസുദർശന യന്ത്രം ഇവിടെ പൂജിച്ച് ധരിക്കുകയോ സാമീപ്യം ഉണ്ടായിരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. കുടുംബപരദേവത, കുടുംബക്ഷേത്രം ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഇൻവോൾവായി സമർപ്പണത്തോടു കൂടി ചെയ്യേണ്ടത് വളരെ നേട്ടം, ദൈവാധീനം അനുകൂലമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ നേർച്ച കടങ്ങളുണ്ടെങ്കിൽ അത് തീർക്കണം. അത് ഗുരുവായൂരോ തിരുച്ചെന്തൂരോ തൃക്കാരിയൂരോ കാളഹസ്തിയിലോ തിരുപ്പതിയിലോ മൂകാംബികയിലോ അങ്ങനെ അനേകം പോകാൻ സാധിച്ചില്ല, നീട്ടിവെച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ആ നേർച്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്താൽ നടക്കുന്ന സമയമാണ്. പോകാൻ പറ്റും. ഈ വർഷം തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് ഒത്തിരി പോസിറ്റീവ് എനർജി നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് നേടിയെടുക്കാൻ ഈ ദർശനവും തീർത്ഥയാത്രയും അനുകൂലം ഉണ്ടാകുന്നു. അത് ഇനി നീട്ടിവെക്കുന്നത് ഉചിതമല്ല. പ്രത്യേകിച്ച് ഈ വാരഫലത്തിൽ അതിനുള്ള തീരുമാനമെടുത്ത് നിശ്ചയിച്ചാൽ അത് നടക്കുമെന്നാണ് കാണുന്നത്. വിശാഖത്തിൽ കാൽ, അനിഴം തൃക്കേട്ട, വൃശ്ചികരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് 41 വയസ്സ് കഴിഞ്ഞ സ്ത്രീജനങ്ങളിൽ തൈറോയിഡിൻ്റെ പ്രശ്നം, സിസ്റ്റിൻ്റെ പ്രശ്നം, ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ശരിയായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് ഒരു ഓപ്പറേഷൻ വേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ദൈവാധീനത്താൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം അനുകൂലമായി വരാൻ കാണുന്നുണ്ട്. ഇവിടെ ആയുർവേദമോ ഹോമിയോ പരീക്ഷിക്കണോ വേണ്ടിയോ എന്നുള്ള നിർദ്ദേശമൊക്കെ വന്നുകൂടായികയില്ല. അതൊരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറെ കണ്ട് തന്നെ നമ്മൾ തീരുമാനം എടുക്കുന്നതിന് അമാന്തിക്കാൻ പാടില്ല, നീട്ടിവെക്കാൻ പാടില്ല. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് 2 കാര്യങ്ങൾ, ബിസിനസ് മേഖലയിൽ കുറച്ച് കോട്ടങ്ങൾ വരാനുള്ള സമയമുണ്ട്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാമ്പത്തിക ക്രയവിക്രയം അകന്നു പോകുന്ന സ്ഥിതി, സമാധാനം, ബാങ്ക് വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നോട്ടീസും സമാധാനവും നമ്മുടെ ഭാഗത്തുനിന്ന് വരേണ്ട സാഹചര്യങ്ങൾ വീണ്ടും വന്നുകൂടായികയില്ല. അതോടൊപ്പം തന്നെ വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, കോടതി വ്യവഹാരത്തിൽ നിൽക്കുന്ന കാര്യങ്ങളിൽ അഡ്വക്കേറ്റ് മുഖാന്തരമോ അല്ലാതെ പുറത്തോ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടുപോയി
നീട്ടിക്കൊണ്ടു പോകുന്ന ന്യായ അന്യായ വാദങ്ങൾ ഒഴിവാക്കിയെടുക്കാനുള്ള സാഹചര്യങ്ങളും കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ മാനസികമായിട്ട് കുറച്ച് വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അശ്വാരൂഢ കവചിത മന്ത്രം മുദ്രയായിട്ട് നമ്മുടെ പേഴ്സിലോ നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷിലോ ഡ്രോയ്ക്കകത്തോ നമ്മൾ വെക്കുന്നത് ദിശാബോധം നമുക്ക് നഷ്ടപ്പെടാതെ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ, നെഗറ്റീവ് മാറി ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സഹായകരമാണ്. അശ്വാരൂഢ കവചിത മന്ത്രം. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനു രാശി. ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഗൃഹത്തിനകത്ത് ചില നെഗറ്റീവ്സുകൾ പല ഘട്ടങ്ങളിലും നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. അത് മറ്റു പല ദോഷങ്ങൾ, വലിയ ദോഷങ്ങൾ വരേണ്ടത് ആ നെഗറ്റീവായിട്ട് നമ്മളെ തോന്നിപ്പിക്കും. നിരന്തരം ചില്ലുടയുക, ഗ്ലാസ് ഉടയുക, പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കണതോ ടീപ്പോയുടെയോ ജനലിലെ അപ്പോൾ ഉടഞ്ഞ ഗ്ലാസ് ഇരിക്കുന്നത് ഒരു അശ്ലീകരമാണ്, മൂദേവിയാണ്. അത് മാറ്റിയിടും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അഗ്നി കൊണ്ടുള്ള ദോഷങ്ങൾ, തീ മൂലം കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അല്ലെങ്കിൽ അരി വാർക്കുമ്പോഴോ അരി വടിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ആ നെഗറ്റീവ്സ് നമുക്ക് വലിയ ആപത്ത് വരാതെ പോയിട്ടുണ്ടെങ്കിലും ചില നെഗറ്റീവ് വീണ്ടും വരാനുള്ള സാഹചര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതുപോലെ നമ്മുടെ പെറ്റുകൾ, വളർത്തു മൃഗങ്ങൾ, ഓമനകൾ, അത് നായയായിരുന്നാലും പൂച്ചയായിരുന്നാലും പശുവായിരുന്നാലും പ്രാവായിരുന്നാലും അത് പെട്ടെന്ന് ചത്തുപോവുക, അങ്ങനെയൊക്കെയുള്ള ചില ലക്ഷ്യം. പക്ഷെ അതെല്ലാം നമ്മളെ ബാധിക്കേണ്ട ദോഷങ്ങൾ ഒഴിവാകുന്നു എന്നുള്ള ധാരണ നമ്മൾ കണ്ടെത്തണം, മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെ ഉഴിഞ്ഞുടച്ചടിച്ച് മാറ്റുക എന്നുള്ളതാണ്. അപ്പം അത് ചുടല തേങ്ങ, അത് വീടിനെ ഉഴിഞ്ഞ് അത് ഉടച്ച് ഒഴുക്ക് വെള്ളത്തിലേക്ക് കഴിയും, ചുടല തേങ്ങ. അപ്പം ഈ ഒരു നെഗറ്റീവ്സ് ഒരു പരിധി വരെ നമുക്കത് ബാധിക്കാതെ മാറിക്കിട്ടും എന്നുള്ളതാണ് ഒരു കീഴ്വഴക്കം. അതവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ കുമ്പളങ്ങ, നെയ്ക്കുമ്പളങ്ങ, അത് ഒഴിഞ്ഞ് മുറിച്ച് ഒഴുക്ക് ജലത്തിൽ വിടുക എന്നുള്ളതാണ്. നെഗറ്റീവ്സിനെ ആകർഷിച്ച് മാറ്റാനുള്ളൊരു കഴിവ് ഇത് രണ്ടിനും ഉണ്ടെന്നുള്ളതാണ് വേറൊരു സത്യം. അതുപോലെ നീചകർമ്മങ്ങൾ ചെയ്യുന്ന ചില വ്യക്തികളിൽ നിന്ന് നമുക്ക് ശത്രുദോഷം വരാനുള്ള സാധ്യതയുണ്ട്. നീചകർമ്മം എന്ന് പറയുമ്പോൾ സാത്വികമായിട്ട് ചെയ്യാത്ത ചില കാര്യങ്ങൾ, കരിങ്കാളി പൂജ, കരിങ്കുട്ടിച്ചാത്തൻ പൂജ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നീചകർമ്മം ഒത്തിരിയുണ്ട്. അപ്പം ആ വക സേവകൾ ചെയ്യുന്നിടത്ത് പോയി നമുക്കെതിരെ പണിയിടുന്ന ഏതെങ്കിലും ശത്രുദോഷം ഉണ്ടെങ്കിൽ അത് ഒഴിവാകണം. അതിന് ത്രിശുദ്ധി സമർപ്പണം ചെയ്യുക. 3 ശുദ്ധികൾ. അത് തീർത്ഥശുദ്ധി, പുണ്യാഹശുദ്ധി എന്ന് പറയും. 1 സ്ഥലശുദ്ധി, വാസ്തുശുദ്ധി എന്ന് പറയും. 2 മനഃശുദ്ധി, ദേഹശുദ്ധി എന്ന് പറയും. 3 ഇതിലും 3ലും ക്രിയാത്മകമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ വക ശാപ പാപബന്ധന ദോഷങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഉത്രാടത്തിമുക്കാൽ, തിരുവോണം, അവിട്ടത്തര, മകരരാശി. ദൈവാധീനം അനുകൂലമാണ്. കുടുംബ അന്തരീക്ഷത്തിൽ കുറച്ചുകൂടെ നമ്മൾ ഇൻവോൾവ്ഡ് ആവണമെന്നുള്ളതാണ്. മനഃപൂർവ്വം നമ്മൾ ഇൻവോൾവ്ഡ് ആവണമെന്നുള്ളതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഒന്നിച്ചൊരു ഭക്ഷണം കഴിക്കാൻ പോലും ഇരിക്കാൻ സമയം കിട്ടുന്നില്ല. രാവിലെ ആയാലും എല്ലാവരും മൊബൈലിലും മറ്റു കാര്യങ്ങളിലും തിരക്കാണ്. സംസാരിക്കുക, എവിടെ പോകുന്നു, എന്ത് പോകുന്നു എന്ന് പറയാതിരിക്കുക, ചോദിക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുക, ടെൻഷൻ ഉണ്ടാകുക, ദേഷ്യം ഉണ്ടാകുക, എല്ലാത്തിനും കുറ്റം പറയുക. ഈ തരത്തിൽ ഗൃഹാന്തരീക്ഷത്തിൽ
നിരന്തരം ഒരു നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. പോസിറ്റീവായിട്ട് മാറ്റാനും നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ കാര്യങ്ങൾ പറയുന്നത് ക്ഷമയോടുകൂടി കേൾക്കുക എന്നുള്ളതാണ് ആദ്യം. ആരോടായിരുന്നാലും മനസ്സിൽ വിങ്ങിപ്പൊട്ടി ഇരിക്കുന്നതിനെക്കാട്ടി തുറന്ന് പറയണം. പള്ളിയിലോ അമ്പലത്തിലോ അത് ഒന്നിച്ച് പോകാനുള്ളൊരു സാഹചര്യം പ്രാർത്ഥിക്കാൻ, അത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ 2 ദിവസമെങ്കിലും മിനിമം വേണം. കാരണം ഇപ്പം സന്ധ്യാവന്ദനം, സന്ധ്യയ്ക്ക് പ്രാർത്ഥന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലയിടത്തും ഒഴിവായി പോകുന്നു. വേറൊരു തരത്തിൽ ആത്മീയ അന്തരീക്ഷം വരുന്നുണ്ട്. ഭജൻസിൽ കൂടിയും ഭാഗവതത്തിൽ കൂടിയും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളിൽ ഒരു ആത്മീയ അന്തരീക്ഷം കൂട്ടായ്മ പുറത്തുണ്ടെങ്കിലും നമ്മളെ വീട്ടിനകത്ത് ഈ ആത്മീയ അന്തരീക്ഷ കുറവാണ് ഇതിനുള്ള കാരണം. ഞാനാണ് ശരി എന്നുള്ള രീതിയിൽ കാര്യങ്ങളുടെ പോക്ക്. അതിനൊന്നിച്ചിരിക്കുക, സംസാരിക്കുക, ഒന്നിച്ച് യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അഭികാമ്യം. അതിനിയും നമ്മളത് ശുഷ്കാന്തി കാണിച്ച് ചെയ്തേ പറ്റൂ. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാല് കുംഭരാശി. കുംഭരാശിയിൽ ദൈവാധീനം അനുകൂലമായിട്ടുണ്ട്. കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. പുതുതായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. കലാപരമായിട്ടുള്ള ഫീൽഡിൽ സൃഷ്ടികൾ ഉണ്ടാകാനും പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ഏറ്റെടുക്കാനും ഉള്ള സാധ്യത വളരെ അനുകൂലമാണ്. കായികപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ചില ഓപ്പർച്യൂണിറ്റികൾ വരാനും അതിൽ സക്സസ്ഫുൾ ആവാനും ദൈവാധീനം കാണുന്നുണ്ട്. അതോടൊപ്പം ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ IT ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറേണ്ട താല്പര്യമുള്ളവർക്ക് സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും അതിൽ ദൈവാധീനത്താൽ മെച്ചം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് മാറിയാൽ ഗുണം തന്നെയാണ്. ദിശാബോധത്തോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി തന്നെ അതിൽ തീരുമാനമെടുത്ത് പോകണം. അത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നരസിംഹ കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് കുറച്ചുകൂടി ഒരു പ്രൊട്ടക്ഷന് നല്ലതാണ്. കാരണം എവിടെയും വർക്ക് ലോഡ് എന്നുള്ളത് സത്യം. അത് മനസ്സും ശരീരവും അത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് അതിനെ തരണം ചെയ്യാം. ആ വർക്ക് നമ്മൾ വിജയിപ്പിക്കണം. നരസിംഹ കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പുരുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി. ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യൻ്റെയോ ശുക്രൻ്റെയോ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ചില കാര്യങ്ങൾ, ചില മീറ്റിങ്ങുകൾ, ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ശരിയായിട്ടുള്ള തീരുമാനം നമുക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഈ കാലഹോര നോക്കി നമ്മൾ പുറപ്പെട്ടാൽ എല്ലാ ദിവസവും പോകുന്ന കാര്യങ്ങളല്ല, ചില പ്രത്യേക യാത്രകൾ. രണ്ടാമത്, ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും കുടുംബപരമായിട്ടുള്ള ശത്രുദോഷവും ഉണ്ടെങ്കിൽ വിരോധങ്ങൾ അത് മാറി ചില ബന്ധങ്ങളിൽ അകൽച്ച മാറി അടുക്കാനുള്ള യോഗമാണ്. അവരിങ്ങോട്ടായിട്ട് വന്നാലും നമ്മൾ തെറ്റിദ്ധാരണ വേണ്ട എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. പിന്നെ ഇതിൽ സന്താന ഭാഗ്യത്തിൽ ഡിലേ വന്നിരിക്കുന്നവർ 2 വർഷമായി, 4 വർഷമായി, 5 വർഷം വരെ ആയിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാതെ നിരാശയും സങ്കടവും വിഷമവും. എന്തിനാ IVF വരെ ചെയ്യണോ വേണ്ടി, അല്ലെങ്കിൽ ചെയ്തിട്ട് ഫലം ഉണ്ടായിട്ടില്ല. അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മേടത്തിനും ചിങ്ങത്തിനിടയ്ക്ക് വ്രതശുദ്ധിയോടുകൂടി സന്താന ഭാഗ്യസൂക്ത പൂജ അത് ഗൃഹത്തിലോ അമ്പലത്തിലോ ചെയ്ത് ബ്രഹ്മീഘൃതം എന്ന് പറയുന്ന നെയ്യ് വ്രതത്തോടുകൂടി കഴിച്ചാൽ ഈ മേടത്തിന് ഏപ്രിൽ ടു സെപ്റ്റംബറിനകത്ത് തന്നെ ഒത്തിരി കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വിശേഷം പോസിറ്റീവായിട്ടുള്ള സന്തോഷം നമുക്ക്
നേരിട്ടുണ്ടാകും. കുടുംബത്തിൽ അതിൻ്റെ ഐശ്വര്യ സമാധാന ഭാവങ്ങളുണ്ടാവും ദൈവകടാക്ഷങ്ങൾ. ഇവിടെ സന്താന ഭാഗ്യ സൂക്ത ഉപചാര സമർപ്പണം ചെയ്യണം. കാര്യങ്ങൾ അനുകൂലമാകും. അത് രണ്ടാം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ആദ്യത്തേത് ഡിവോഴ്സായി അല്ലെങ്കിൽ മരണപ്പെട്ടു, ഇനി ഒരു പാർട്ട്ണർ നമ്മുടെ ലൈഫിൽ വേണോ വേണ്ടേ എന്നുള്ള തീരുമാനമെടുത്താൽ അത് അനുകൂലമായി കണ്ടെത്തി നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവാധീനം പ്രത്യേകിച്ച് മീനൻ രാശിക്ക് അനുകൂലമാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. തൽക്കാലം വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച